ഹായ് ഓൾ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് സോഫ്റ്റ്വെയർ ഡിസൈൻ സ്ട്രാറ്റജീസ്. മെയിനായിട്ട് 3 രീതിയിലുള്ള സ്ട്രാറ്റജീസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് സ്ട്രക്ചർ ഡിസൈൻ, പിന്നൊന്ന് ഫങ്ഷണൽ ഓറിയൻറ്റഡ് ഡിസൈൻ, പിന്നൊന്ന് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ. ഈ സ്ട്രക്ചർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻഡിപെൻഡൻറ്റ് മൊഡ്യൂൾസ് ആക്കിയിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള ഒരു കൺസെപ്റ്റാണ് സ്ട്രക്ചർ ഡിസൈൻ എന്ന് പറയുന്നത്. Structured design is a conceptualization of problem into several well-organized elements of solution. It is basically concerned with the solution design. നമ്മുടെ സ്ട്രക്ചർ ഡിസൈനകത്ത് നമ്മുടെ പ്രോബ്ലം കുറേ സ്മാൾ പ്രോബ്ലംസ് ആക്കിയിട്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഓരോ സ്മാൾ പ്രോബ്ലംസിന്, അതായത് ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ് പഠിച്ചില്ലേ നമ്മൾ മുന്നേ, അതേപോലെ ഓരോ സ്മാൾ പ്രോബ്ലത്തിന് സോൾവ് ചെയ്ത് കൊണ്ടുവന്ന് ഫൈനലൈസ് ചെയ്തിട്ടൊരു വോൾ സൊല്യൂഷനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ബെനിഫിറ്റ് ഓഫ് സ്ട്രക്ചർ ഡിസൈൻ ഈസ് ഇറ്റ് ഗീവ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹൗ ദ പ്രോബ്ലം ഈസ് ബീയിങ് സോൾവ്ഡ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും എങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്തത് എന്നുള്ളത്. കാരണം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്മോൾ പ്രോബ്ലത്തിൽ നിന്നാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തിക്കൊണ്ട് വരുന്നത്. സ്ട്രക്ചർ ഡിസൈൻ ഓൾസോ മേക്ക് ഇറ്റ് സിംപ്ലർ ഫോർ ഡിസൈനർ ടു കോൺസെൻട്രേറ്റ് ദ പ്രോബ്ലം മോർ അക്യുറേറ്റ്ലി. മാത്രമല്ല ഇതിൻ്റെ ഒരു വേറൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഡിസൈനർക്ക് കൂടുതൽ അക്യുറേറ്റ് ആയിട്ട് പ്രോബ്ലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും കഴിയും. Structure design is mostly based on divide and conquer strategy, where a problem is broken into several small problems and each small problem is individually solved until the whole problem is solved. നമ്മൾ പറഞ്ഞു നമ്മുടെ ഡിസൈനർക്ക് എന്താ ചെയ്യാൻ പറ്റും, കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രോബ്ലത്തിൽ. കാരണം എന്താണ്, ഓരോ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ കുറേ സ്മാൾ പ്രോബ്ലം ആക്കിയിട്ട് ഓരോ സ്മാൾ പ്രോബ്ലത്തിന് സോൾവ് ചെയ്ത് കൊണ്ടുവരായതുകൊണ്ട് കൂടുതൽ അക്യുറസി വരും. മാത്രമല്ല ഇവിടെ നമ്മൾ കൊണ്ടുവരുന്ന മെത്തഡോളജി എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ആൻഡ് കോൺകർ സ്ട്രാറ്റജിയാണ്. ഡിവൈഡ് ആൻഡ് കോൺകർ എന്തായിരുന്നു, നമ്മളുടെ പ്രോബ്ലത്തെ കുറേ സ്മാൾ പ്രോബ്ലം ഇതാക്കി ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ ചെറിയ പ്രോബ്ലം ഇൻഡിവിജ്വലി സോൾവ് ചെയ്ത് ഓൾ പ്രോബ്ലം സോൾവ് ചെയ്യാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. സോ ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. ദ സ്മാൾ പീസ് ഓഫ് പ്രോബ്ലം ആർ സോൾവ് ബൈ മീൻസ് ഓഫ് സൊല്യൂഷൻ മൊഡ്യൂൾസ്. ഇതിനകത്തുള്ള ഓരോ ചെറിയ പീസ് ഓഫ് പ്രോബ്ലത്തിൽ നമ്മൾ സോൾവ് ചെയ്ത് കൊണ്ടുവരുന്നത് സൊല്യൂഷൻ മൊഡ്യൂളിൻ്റെ ബേസിലാണ്. സ്ട്രക്ചർ ഡിസൈൻ എംഫസിസ് ദാറ്റ് ദീസ് മൊഡ്യൂൾസ് ബി വെൽ ഓർഗനൈസ്ഡ് ഇൻ ഓർഡർ ടു അച്ചീവ് ദ പ്രിസൈസ് സൊല്യൂഷൻ. ഈ സ്ട്രക്ചർ ഡിസൈൻ എന്ത് ചെയ്യും, ഈ മൊഡ്യൂൾസുകളൊക്കെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് നമുക്ക് പ്രിസൈസ്ഡ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ കിട്ടുന്നത്. ദീസ് മൊഡ്യൂൾസ് ആർ അറേഞ്ച്ഡ് ഇൻ ഹൈറാർക്കി. വേണമെങ്കിൽ ഈ മൊഡ്യൂൾസിനൊക്കെ നമുക്കൊരു ഹൈറാർക്കി ഫോമിലൊക്കെ ചെയ്യാം. ദേ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. മൊഡ്യൂൾസൊക്കെ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആവാം, അതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലും കൊണ്ടുവരാം. A good structure design always follows some rules for communication among multiple modules. ഒരുപാട് മൊഡ്യൂൾസ് ഉള്ള ഒരു സ്ട്രക്ചർ ഡിസൈൻ എടുത്ത് നോക്കുമ്പോൾ അതൊരു ഗുഡ് സ്ട്രക്ചർ ഡിസൈൻ ആവണമെങ്കിൽ കുറച്ച് റൂൾസ് ഫോളോ ചെയ്യണം. അതായത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊഹിഷനും കപ്ലിങ്ങും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു ഗുഡ് സ്ട്രക്ചർ ഡിസൈൻ ആണെങ്കിൽ അതിൻ്റെ കൊഹിഷൻ വളരെ കൂടുതലും കപ്ലിങ് വളരെ കുറവുമായിരിക്കണം. എന്നാലാണ് ഒരു ഗുഡ് സ്ട്രക്ചർ ഡിസൈൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കൊഹിഷൻ പറഞ്ഞാൽ എന്തായിരുന്നു, ഇൻട്രാ ഡിപ്പെൻഡബിലിറ്റി വളരെയധികം വേണം, എന്നാൽ ഇൻ്റർ ഡിപ്പെൻഡബിലിറ്റി വളരെയധികം കുറയും വേണം. അപ്പോഴേ നല്ലൊരു ഗുഡ് സ്ട്രക്ചർ ഡിസൈനായിട്ട് മാറുള്ളൂ. ഇനി ഫങ്ഷൻ ഓറിയൻറ്റഡ് ഡിസൈൻ്റെ കേസ് വരുമ്പോൾ നമ്മളിവിടെ സിസ്റ്റം എന്ത് ചെയ്യുന്നത്, ഡീകമ്പോസ് ചെയ്ത് കൊടുക്കുന്നത് ഫങ്ഷൻ്റെ ബേസിലാണ്. അതായത് ഓരോ ഫംഗ്ഷൻ എടുക്കുമ്പോൾ അവർക്കൊക്കെ സിഗ്നിഫിക്കൻറ്റ് ടാസ്ക് പെർഫോം ചെയ്യാനുണ്ടാവും. അതിൻ്റെ ബേസിലാണ് ഇവരെ സബ് സിസ്റ്റംസ് ആക്കി മാറ്റുന്നത്. ദ സിസ്റ്റം ഈസ് കൺസിഡർഡ് ആസ് ടോപ്പ് വ്യൂ ഓഫ് ഓൾ ഫംഗ്ഷൻസ്. നമ്മുടെ സിസ്റ്റം വെച്ചിട്ട് നമുക്ക് ഇനി മറ്റും ഓരോ ഫംഗ്ഷൻസിനെയും ആക്സസ് ചെയ്യുകയും ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യുകയും ചെയ്യാം. ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ഡിസൈൻ ഇൻഹെറിറ്റ് സം പ്രോപ്പർട്ടീസ് ഓഫ് സ്ട്രക്ചർ ഡിസൈൻ വെർ ദ ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തഡോളജി ഈസ് യൂസ്ഡ്. നമ്മുടെ ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ഡിസൈൻ സ്ട്രക്ചർ ഡിസൈനിൽ നിന്നും കുറേ പ്രോപ്പർട്ടീസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തഡോളജി അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ദിസ് ഡിസൈൻ മെക്കാനിസം ഡിവൈഡ് ദ വോൾ സിസ്റ്റം ഇൻ ടു സ്മാളർ ഫങ്ഷൻസ്. ഈ ഡിസൈൻ മെക്കാനിസം യൂസ് ചെയ്ത് കണ്ടാണ് നമ്മുടെ വോൾ സിസ്റ്റത്തെ കുറേ സ്മാളർ ഫങ്ഷൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. വിച്ച് പ്രൊവൈഡ്സ് മീൻസ് ദ അബ്സ്ട്രാക്ഷൻ ബൈ കൺസീലിംഗ് ദ ഇൻഫർമേഷൻ ആൻഡ് ദെയർ ഓപ്പറേഷൻ. അതായത് ഓരോ ഇൻഫർമേഷനും അതിൻ്റെ ഓപ്പറേഷനും എങ്ങനെയാണോ വരുന്നത് ആ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷനിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. ദീസ് ഫങ്ഷണൽ മൊഡ്യൂൾസ് ക്യാൻ ഷെയർ ഇൻഫർമേഷൻ എമംഗ് ദംസെൽസ് ബൈ മീൻസ് ഓഫ് ഇൻഫർമേഷൻ പാസിംഗ് ആൻഡ് യൂസിങ് ഇൻഫർമേഷൻ അവൈലബിൾ ഗ്ലോബലി. ഈ ഫങ്ഷണൽ മൊഡ്യൂൾസ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫർമേഷൻസൊക്കെ മൊഡ്യൂൾസുകൾക്കിടയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. ഇൻഫർമേഷൻ പാസിങ് നമ്മൾ മുന്നേ സി പ്രോഗ്രാമിംഗ് ഒക്കെ നിങ്ങൾ പണ്ട് പഠിച്ചപ്പോൾ അതിനകത്ത് ഫങ്ഷൻസൊക്കെ തമ്മിൽ ഷെയർ ചെയ്യുന്നത് കണ്ടിട്ടില്ല, പാരാമീറ്റേഴ്സായിട്ട് ഇൻഫർമേഷൻസൊക്കെ. അതുപോലെ ഗ്ലോബലി ആയിട്ടും അല്ലാതെ മൊഡ്യൂൾസുകൾക്കിടയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫങ്ഷണൽ ഓറിയൻറ്റഡ് ഡിസൈനകത്ത് ഷെയർ ചെയ്യാൻ പറ്റും. അനദർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫങ്ഷൻ ഈസ് ദാറ്റ് വെൻ പ്രോഗ്രാം കോൾ എ ഫങ്ഷൻ ദ ഫങ്ഷൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് ദി പ്രോഗ്രാം. ഒരു പ്രോഗ്രാം കോൾ ചെയ്യുമ്പോൾ ഫങ്ഷൻ എന്ത് ചെയ്യും, അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാറുണ്ട്. വിച്ച് സംടൈം ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ബൈ അതർ മൊഡ്യൂൾസ്. അപ്പോൾ ഒരു ഫങ്ഷൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നത്
ചെയ്യുന്നത് മറ്റ് ഫങ്ഷൻസിനൊന്നും അത്ര അക്സെപ്റ്റബിൾ ആവണമെന്നില്ല. ഫങ്ഷൻ ഓറിയൻറ്റഡ് ഡിസൈൻ വർക്ക് വെൽ ദർ ദ സിസ്റ്റം സ്റ്റേറ്റ് ഡസ് നോട്ട് മാറ്റർ ആൻഡ് ഫങ്ഷൻ വർക്ക് ഓൺ ഇൻപുട്ട് റാദർ ദാൻ ഓൺ ദ സ്റ്റേറ്റ്. അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നത് കൺസിഡർ ചെയ്യാതെ പകരം ഇൻപുട്ടും അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന സിസ്റ്റത്തിലൊക്കെ നമുക്ക് ഈ ഫങ്ഷണൽ ഓറിയൻറ്റഡ് ഡിസൈൻ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലിക്കബിൾ ആണ്. The whole system is design process. In design process ആണ് പറയുന്നത്. The whole system is seen as how data flows in the system by means of data flow diagram. നമുക്ക് സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഡാറ്റ ഫ്ലോ ഡയഗ്രാം വെച്ചിട്ട് എങ്ങനെയാണ് ഡാറ്റ ഫ്ലോ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. DFD depicts how functions change data and state of entire system. നമുക്ക് ഈ DFD നമ്മൾ നെക്സ്റ്റ് ഞാൻ അതാ പഠിക്കാമല്ലോ കേട്ടോ. DFD അത് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ഫങ്ഷൻസ് ഡാറ്റ ചേഞ്ച് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് അതിൻ്റെ ഒരു എൻ്റയർ സിസ്റ്റം സ്റ്റേറ്റ് ചേഞ്ച് ചെയ്ത് പോകുന്നതെന്നൊക്കെ DFD വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. The entire system is logically broken into smaller units known as function on the basis of their operation in the system. നമ്മളുടെ എൻ്റെ സിസ്റ്റത്തെ നമ്മൾ ലോജിക്കലി കുറേ സ്മോളർ യൂണിറ്റ്സ് ആക്കിയിട്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതിനെയാണ് നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുക. അവരുടെ ഓപ്പറേഷൻ്റെ ബേസിൽ, അതായത് ഓരോന്നും എടുത്ത് നോക്കുമ്പോൾ അവരുടെ ഓപ്പറേഷൻസിന്, ഇപ്പോൾ ഒരു മൊഡ്യൂളിനകത്ത് വരുമ്പോൾ സെയിം ഓപ്പറേഷൻസൊക്കെ സെയിം മൊഡ്യൂളിനകത്തായിരിക്കും. വേറൊരു മൊഡ്യൂൾ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് വേറെ ഓപ്പറേഷൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഫങ്ഷൻസിൻ്റെ കേസിൽ വരുമ്പോൾ ഓപ്പറേഷൻസിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈച്ച് ഫംഗ്ഷൻ ഈസ് ദെൻ ഡിസ്ക്രൈബ്ഡ് അറ്റ് ലാർജ്. ഓരോ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ടാവും, ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇനി പറയാനുള്ളത് നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈനാണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ വർക്ക് അറൗണ്ട് ദ എൻറ്റിറ്റീസ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക് ഇൻസ്റ്റെഡ് ഓഫ് ഫംഗ്ഷൻ ഇൻവോൾവ് ഇൻ ദ സോഫ്റ്റ്വെയർ സിസ്റ്റം. നമ്മൾ ഫംഗ്ഷൻ ഓറിയൻറ്റഡ് കേസിൽ വന്നപ്പോൾ ഫംഗ്ഷൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെറ്റാക്കി കൊടുത്തിരുന്നത്. ഇവിടെ പകരം എന്താണ്, എൻറ്റിറ്റീസും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ദിസ് ഡിസൈൻ സ്ട്രാറ്റജി ഫോക്കസ് ഓൺ ദ എൻറ്റിറ്റീസ് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എൻറ്റിറ്റീസും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുമാണ്. ദ ഹോൾ കൺസെപ്റ്റ് ഓഫ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ റിവോൾവ് അറൗണ്ട് ദ എൻഗേജ്ഡ് എൻറ്റിറ്റീസ്. നമ്മുടെ ഈ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ്റെ ഹോൾ കൺസെപ്റ്റും ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു എൻറ്റിറ്റീസിനെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അതിനകത്തുള്ള കുറച്ച് കൺസെപ്റ്റുകൾ പരിചയപ്പെടാം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് കൺസെപ്റ്റുകൾ. ഫസ്റ്റ് ആൻ ഒബ്ജക്റ്റ് ആണ്. ഓൾ എൻറ്റിറ്റീസ് ഇൻവോൾവ് ഇൻ ദ സൊല്യൂഷൻ ഡിസൈൻ ആർ നോൺ ആസ് ഒബ്ജക്ട്സ്. നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഡിസൈനകത്ത് കൊണ്ടുവരുന്ന എല്ലാ എൻറ്റിറ്റീസിനും നമ്മൾ ഒബ്ജക്റ്റ് എന്നാണ് പറയുക. ഫോർ എക്സാമ്പിൾ പേഴ്സൺ, ബാങ്ക്, കമ്പനി, കസ്റ്റമേഴ്സ് ആർ ട്രീറ്റഡ് ആസ് ഒബ്ജക്ട്സ്. നമുക്ക് പേഴ്സണെ എൻറ്റിറ്റി ആയിട്ട് പറയാം, ഒബ്ജക്റ്റ് ആയിട്ട് പറയാം, ബാങ്കിനെ പറയാം, കമ്പനി, കസ്റ്റമേഴ്സിനെയൊക്കെ നമുക്ക് ഒബ്ജക്ട്സ് ആയിട്ട് പറയാം. എവറി എൻറ്റിറ്റി ഹാസ് സം ആട്രിബ്യൂട്ട്സ് അസോസിയേറ്റഡ് ടു ഇറ്റ് ആൻഡ് ഹാസ് സം മെത്തേഡ്സ് ടു പെർഫോം ഓൺ ദ ആട്രിബ്യൂട്ട്സ്. ഓരോ എൻറ്റിറ്റിക്കും ചില ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും. മാത്രമല്ല അതൊക്കെ പെർഫോം ചെയ്യുന്ന കുറേ ആട്രിബ്യൂട്ട്സിൻ്റെ ബേസിൽ അത് പെർഫോം ചെയ്യുന്ന കുറേ മെത്തേഡ്സ് ഉണ്ടായിരിക്കും. നിങ്ങൾ ജാവയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒബ്ജക്ട്സ്, ക്ലാസ്, മെത്തേഡ്സ്, ആട്രിബ്യൂട്ട്സ് എന്നൊക്കെ പഠിക്കുന്നില്ല. അതേ കൺസെപ്റ്റുകളെന്ന് പക്ഷേ ഡിസൈൻ പ്രോസസ്സിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇനി ക്ലാസ്സസ്. ഈ ക്ലാസ് ഈസ് ജനറലൈസ്ഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ്. ആൻ ഒബ്ജക്റ്റ് ഈസ് എൻ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസിൻ്റെ ഇൻസ്റ്റൻസ് ആണ്. ക്ലാസ് ഡിഫൈൻസ് ഓൾ ദ ആട്രിബ്യൂട്ട്സ് വിച്ച് ആൻ ഒബ്ജക്റ്റ് ക്യാൻ ഹാവ് ആൻഡ് മെത്തേഡ്സ്. ക്ലാസ് ആണ് നമ്മുടെ ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സിൻ്റെയും അതേപോലെ മെത്തേഡ്സൊക്കെ എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്. വിച്ച് ഡിഫൈൻ ദ ഫങ്ഷനാലിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ്. നമ്മളുടെ ഒബ്ജക്റ്റിൻ്റെ ഫങ്ഷനാലിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നതും ഈ ക്ലാസ്സാണ്. ഇൻ ദ സൊല്യൂഷൻ ഡിസൈൻ ആട്രിബ്യൂട്ട് ആർ സ്റ്റോർഡ് ആസ് വേരിയബിൾസ് ആൻഡ് ഫങ്ഷനാലിറ്റീസ് ആർ ഡിഫൈൻഡ് ബൈ മീൻസ് ഓഫ് മെത്തേഡ്സ് ഓർ പ്രൊസീജിയേഴ്സ്. നമ്മുടെ സൊല്യൂഷൻ ഡിസൈനകത്ത് ആട്രിബ്യൂട്ട്സ് വേരിയബിൾസ് ആയിട്ടും ഫങ്ഷനാലിറ്റീസ് മെത്തേഡ്സോ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സോ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മളുടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈനകത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ലോജിക്കാണ് എന്താണ്, എൻക്യാപ്സുലേഷൻ. In object-oriented design, the attributes or data variables and methods operations on the data are bundled together is called encapsulation. നമ്മളുടെ ഓടിക്കകത്ത് വരുന്ന ആട്രിബ്യൂട്ട്സിനെയും മെത്തേഡ്സിനെയും കമ്പൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ടുഗദർ പറയുന്ന പേരാണ് എൻക്യാപ്സുലേഷൻ. എൻക്യാപ്സുലേഷൻ is not only bundles important information of an object together but also restrict access to the data and methods from the outside world. നമ്മൾ പറഞ്ഞ പോലെ എൻക്യാപ്സുലേഷൻ എന്ന് പറയുമ്പോൾ ആട്രിബ്യൂട്ട്സിൻ്റെയും അതേപോലെ തന്നെ മെത്തേഡ്സിൻ്റെയൊക്കെ ഒരു ടുഗദർ ഫോമാണ്. മാത്രമല്ല അവർ ഔട്ട്സൈഡ് വേൾഡുമായിട്ടുള്ള ആക്സസ് പല ഡാറ്റയും, അതായത് എല്ലാ ഡാറ്റയും അവർക്കങ്ങ് എന്ത് ചെയ്ത് എക്സ്പ്ലോസ് ചെയ്ത് കാണിക്കില്ല. പകരം കുറേ ഡാറ്റ എന്ത് ചെയ്ത് ഹൈഡ് ചെയ്തിട്ടാണ് അത് കീപ്പ് ചെയ്യുക. ഇതിനെ നമ്മൾ ഇൻഫോർമേഷൻ ഹൈഡിങ് എന്നുമാണ് പറയുക. അതൊക്കെ നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈനകത്ത് കൊണ്ടുവരുന്ന കൺസെപ്റ്റുകളാണ്. നെക്സ്റ്റ് ഉള്ളത് ഇൻഹെറിറ്റൻസ് ആണ്. ഓഡി അലൗസ് സിമിലർ ക്ലാസ്സസ് ടു സ്റ്റാക്ക് അപ്പ് ദ ഹൈറാർക്കിക്കൽ മാനർ വേർ ദ ലോവർ ഓർ സബ് ക്ലാസ് ക്യാൻ ഇമ്പോർട്ട്. നമ്മളെന്താണ്, ഇതൊരു ഹൈറാർക്കി ആയിട്ടൊക്കെ പലപ്പോഴും
പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ സബ് ക്ലാസ്സിന് എന്ത് ചെയ്യും, സൂപ്പർ ക്ലാസ്സിന് കുറേ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇംപ്ലിമെൻറ്റ് ആർ റീയൂസ് അലോഡ് വേരിയബിൾസ് ആൻഡ് മെത്തേഡ്സ് ഫ്രം ദെയർ ഇമ്മീഡിയറ്റ് സൂപ്പർ ക്ലാസ്. ഈ ഒരു പ്രോപ്പർട്ടീസ്, അതായത് സൂപ്പർ ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസും മെത്തേഡ്സൊക്കെ വേണമെങ്കിൽ സബ് ക്ലാസ്സിന് റീയൂസ് ചെയ്യാനൊക്കെ പറ്റും. ദീസ് പ്രോപ്പർട്ടീസ് ഓഫ് ഓഡ് ഈസ് നോൺ ആസ് ഇൻഹെറിറ്റൻസ്. ഇത്തരം ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുക. ദിസ് മേക്ക് ഇറ്റ് ഈസിയർ ടു ഡിഫൈൻ സ്പെസിഫിക് ക്ലാസ് ആൻഡ് ടു ക്രിയേറ്റ് ജനറലൈസ്ഡ് ക്ലാസ്സസ് ഫ്രം ദ സ്പെസിഫിക് വൺ. ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്പെസിഫിക് ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു സ്പെസിഫിക് വണ്ണിൽ നിന്ന് ഒരു ജനറലൈസ്ഡ് ക്ലാസ്സൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. വേറൊരു പ്രോപ്പർട്ടിയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. ഓഡി ലാംഗ്വേജ് പ്രൊവൈഡ് എ മെക്കാനിസം വെർ മെത്തേഡ്സ് പെർഫോമിങ് സിമിലർ ടാസ്ക് ബട്ട് വേരി ഇൻ ആർഗ്യുമെൻറ്റ്സ് ക്യാൻ ബി അസൈൻ സെയിം നെയിം. അതായത് സിമിലർ ടാസ്കുകളും വേരിയിങ് ആർഗ്യുമെൻറ്റ്സും ഉള്ള ഫങ്ഷൻസിനെ അല്ലെങ്കിൽ മെത്തേഡ്സിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ സെയിം നെയിമിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും, സെയിം നെയിമിന് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ പോളിമോർഫിസം എന്ന് പറയുക. വിച്ച് അലോസ് എ സിംഗിൾ ഇൻ്റർഫേസ് പെർഫോമിംഗ് ടാസ്ക് ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിംഗിൾ ഇൻ്റർഫേസിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ടാസ്കുകൾ പെർഫോം ചെയ്യാൻ പറ്റും. ഡിപ്പെൻഡിങ് അപ്പോൺ ഹൗ ദ ഫംഗ്ഷൻ ഈസ് ഇൻവോക്ക്ഡ് റെസ്പെക്റ്റീവ് പോർഷൻ ഓഫ് ദ കോഡ് ഗെറ്റ് എക്സിക്യൂട്ടഡ്. എങ്ങനെയാണ് ആ ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്തിട്ടുള്ളത് വെച്ചാൽ അതിൻ്റെ റെസ്പെക്റ്റീവായിട്ടുള്ള പോർഷൻ ഓഫ് കോഡ് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടുവരും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിസൈൻ പ്രോസസ്സാണ്. സോഫ്റ്റ്വെയർ ഡിസൈൻ പ്രോസസ്സ് ക്യാൻ ബി പെർസീവ്ഡ് ആസ് സീരീസ് ഓഫ് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറേ സ്റ്റെപ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നല്ലൊരു സോഫ്റ്റ്വെയർ ഡിസൈൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. തോ ഇറ്റ് വേരീസ് അക്കോർഡിംഗ് ടു ദ ഡിസൈൻ സ്ട്രാറ്റജി. എന്ത് രീതിയിലുള്ള സ്ട്രാറ്റജിയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള മാറ്റങ്ങളായിരിക്കും. ഇപ്പോൾ നമ്മുടെ സ്ട്രക്ചർ ഡിസൈൻ പറഞ്ഞു, ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ഡിസൈൻ പറഞ്ഞു, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈനൊക്കെ പറഞ്ഞു. ഓരോന്നിനും അതിൻ്റേതായ ആ ഡിഫറൻസ് കാണുമെന്ന് മാത്രം. യെറ്റ് ഇറ്റ് മേ ഹാവ് സം ഫോളോവിങ് സ്റ്റെപ്സ്. A solution design is created from requirement or previous user system and or system sequence diagram. നമ്മളൊരു സൊല്യൂഷൻ ഡിസൈൻ കൊണ്ടുവരുന്നത് റിക്വയർമെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഓൾറെഡി പ്രീവിയസ് ആയിട്ട് നമ്മൾ ചെയ്തു വെച്ച സിസ്റ്റം ഉണ്ടെങ്കിൽ, എക്സിസ്റ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെയാണ് നമ്മളൊരു സൊല്യൂഷൻ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരിക. ഒബ്ജക്ട്സ് ആർ ഐഡൻറ്റിഫൈഡ് ആൻഡ് ഗ്രൂപ്പ്ഡ് ഇൻ ടു ക്ലാസസ് ഓൺ ബിഹാഫ് ഓഫ് സിമിലർ Objects are identified and grouped into classes on behalf of similarity in attribute characters. പിന്നെ എന്ത് ചെയ്യും, ഒബ്ജക്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് ഓഫ് ക്ലാസ്സസിൻ്റെ ബേസിൽ ഏതൊക്കെയാണ് മാച്ച് ആയിട്ടുള്ള വെച്ചാൽ അവരുടെ സിമിലർ ആട്രിബ്യൂട്ട്സ് ക്യാരക്ടറിസ്റ്റിക്സ് അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യും, ഗ്രൂപ്പ് ചെയ്ത് കൊണ്ടുവരും. എന്നിട്ട് ഓരോ ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യും, ഗ്രൂപ്പ് ചെയ്യും. ക്ലാസ് ഹയറാർക്കി ആൻഡ് റിലേഷൻ അമംഗ് ദം ഈസ് ഡിഫൈൻഡ്. ക്ലാസ് ഹയറാർക്കിയും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ ഡിഫൈൻ ചെയ്ത് കൊടുക്കും. അപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ഈസ് ഡിഫൈൻഡ്. എന്നിട്ട് അതിനുള്ള ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ഡിഫൈൻ ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഡിസൈൻ പ്രോസസ്സ് ചെയ്യാം. ഒന്നെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡിസൈനിൽ അങ്ങനെ ചെയ്യാം. സ്ട്രക്ചേർഡ് ഡിസൈൻ ആകുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് മൊഡ്യൂൾസ് ആക്കിയിട്ടാണ് നമ്മൾ പൊതുവേ ചെയ്യുക. പിന്നെ ഫംഗ്ഷണൽ ഡിസൈൻ ആകുമ്പോൾ ഫംഗ്ഷൻസിൻ്റെ ബേസിൽ എന്ത് ചെയ്യും, നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഓരോ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിനനുസരിച്ച് ആ മൊഡ്യൂൾ എന്ത് ചെയ്യും, പെർഫോം ചെയ്ത് വരും. അങ്ങനെയാണ് ഫംഗ്ഷണൽ ഓറിയൻറ്റഡ്. പിന്നെ മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്ജക്ട്സും ക്ലാസ്സൊക്കെ വെച്ചിട്ട് എൻറ്റിറ്റീസിൻ്റെയും അതിൻ്റെ ആട്രിബ്യൂട്ട്സിൻ്റെയും മെത്തേഡ്സിൻ്റെയൊക്കെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ഡിസൈൻ ഡിഫൈൻ ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ഡിസൈൻ സ്ട്രാറ്റജീസ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നോട്ട്സൊക്കെ എഴുതിയെടുത്തോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.